പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് PSC എക്സാമുകളിൽ സാധാരണ ചോദിക്കാറുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ ഇത് മുമ്പുള്ള വീഡിയോസ് ആരും കിട്ടാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നു, A ഒരു ജോലി 80 ദിവസം കൊണ്ട് ചെയ്യും. A 10 ദിവസം ജോലി ചെയ്തു ബാക്കി ജോലി B 42 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. എയും ബിയും കൂടി ഒരുമിച്ച് ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നു? സാധാരണ വർക്ക് ആൻഡ് ടൈമിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. A ഒരു ജോലി 80 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ A 10 ദിവസം ജോലി ചെയ്ത് ബാക്കി ജോലി B 42 ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ മൊത്തം 80 ദിവസമാണ് A ചെയ്യേണ്ട ജോലി. എയുടെ ഒരു ദിവസത്തെ ജോലി 1/80 ആണല്ലോ. മൊത്തം 80 ദിവസമാണ്. ആ 80 ദിവസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വർക്കിനെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/80. ഇവിടെ തന്നിട്ടുണ്ട് A 10 ദിവസം ജോലി ചെയ്തു. അപ്പോൾ എയുടെ 10 ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ 10 × 1/80. അത് നമുക്കറിയാം. 10 × 1 10 ഹരിക്കണം 80. അത് നമുക്ക് 0 കളഞ്ഞാൽ 1/8. അപ്പോൾ എയുടെ 10 ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഇനി നമുക്ക് ബാക്കി എത്ര ജോലിയുണ്ട് നോക്കാം. ബാക്കി എത്ര ജോലി? 1 - 1/8. അത് ചെയ്യുമ്പോൾ 1 × 8 8 - 1 ഹരിക്കണം 8. അത് വരുമ്പോൾ 7 ഹരിക്കണം 8 വരും. അപ്പോൾ ബാക്കിയുള്ള ജോലി 7 ഹരിക്കണം 8 7/8 ആണ്. ടോട്ടൽ ജോലിയിൽ നിന്ന് A ചെയ്തതിന് ശേഷമുള്ള ബാക്കി ജോലി എന്ന് പറഞ്ഞാൽ 7/8 ആണ്. ഈ 7/8 നമുക്ക് വന്നിട്ടുണ്ട്. B ഈ ജോലി ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ B ഈ 7/8 ജോലി ചെയ്യാൻ വേണ്ട സമയം 42 ദിവസമാണ്. 42 ദിവസമാണ് ഈ ഒരു ജോലി, ബാക്കിയുള്ള ജോലി B ചെയ്യാൻ വേണ്ട സമയം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 42 ദിവസമാണ് ബാക്കിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മുഴുവൻ ജോലി ചെയ്യാൻ Bക്ക് എത്ര ദിവസം വേണം? Bക്ക് മുഴുവൻ ജോലി ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 7/8 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 8/7 × 42 ചെയ്താൽ 42 7 6 പ്രാവശ്യം 7 × 6 × 8 48 വരും. അപ്പോൾ 48 ദിവസമാണ് Bക്ക് ആ ഒരു ജോലി. A 80 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി Bക്ക് ചെയ്ത് തീർക്കാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 48 ദിവസമാണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എയും ബിയും ഒരുമിച്ച് ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്നാണ്. ഇപ്പോൾ എയും ബിയും ചെയ്യാൻ എയുടെ ദിവസം എന്ന് പറഞ്ഞാൽ AB. A പറഞ്ഞ് 80 ദിവസമാണ് ആ വർക്ക് ചെയ്യാൻ. അതുപോലെ 48 ദിവസം ബിയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് വർക്കിൻ്റെ അവരുടെ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ എഫിഷ്യൻസി എഫിഷ്യൻസി അല്ല, എഫിഷ്യൻസി മെത്തേഡ് ഞാൻ അടുത്ത ഇതിൽ തന്നെ പറയുന്നുണ്ട്. വേറൊരു ഈ ക്വസ്റ്റ്യൻ നമുക്ക് എഫിഷ്യൻസി മെത്തേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 80 48ൻ്റെ LCM 240 ആണ്. 240. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 1/80 + 1/48 ആണ്. ഇവിടെ എയുടെ വർക്ക് ഒരു ദിവസത്തെ വർക്ക് എന്ന് 1/80 ആണ്. അതുപോലെ ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/48 ആണ്. ഇത് നമുക്ക് LCM വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ 80 × 3 ആണ് 240. 3 × 1 +
48 ഇൻറ്റു 5 240 ഹരിക്കണം 240. അപ്പോൾ 3 ഇൻറ്റു 1 3, 5 ഇൻറ്റു 1 5. അപ്പോൾ 8 ഹരിക്കണം 240 എന്ന് വരും. 8/240 എന്ന് പറഞ്ഞാൽ 8 3 പ്രാവശ്യം 30 പ്രാവശ്യം. അപ്പോൾ 1/30. അപ്പോൾ ടോട്ടൽ ചെയ്യേണ്ട അവർ രണ്ടും എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 30 ദിവസം കൊണ്ടാണ് അവർ തീർക്കുക. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് പറഞ്ഞ് ടോട്ടൽ എ എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞ് 80 ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് 8 വർക്കായി കണക്കാക്കാം. 8 വർക്കാണ് എ എടുക്കുന്നത്. മൊത്തം 80 ദിവസം കൊണ്ട് എ എടുക്കുന്ന വർക്ക് പറഞ്ഞാൽ 8 അപ്പോൾ എ എടുക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാൻ എക്ക് വേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ അത് 10 ദിവസമാണ്. 80 ഹരിക്കണം 8 അത് 10. ഇനി പറഞ്ഞിട്ടുണ്ട് എ 10 ദിവസം ജോലി ചെയ്തു, ബാക്കി എ ദിവസം 10 ദിവസം ജോലി ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ ചെയ്ത ജോലി 10 80 - 10 മൊത്തം 70. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി 10 ദിവസമാണ്. അപ്പോൾ 7 ഇവിടെ മൊത്തം 7 വർക്കാണ് ബാലൻസ് ഉള്ളത്. ഇവിടെ ഒരു വർക്ക് ഇവിടെ എ ചെയ്ത്, അപ്പോൾ ബാലൻസ് ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ 7 വർക്ക് ചെയ്യാൻ വേണ്ടി ബിക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ അതിവിടെ തന്നിട്ട് 42. അപ്പോൾ ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 42 ഹരിക്കണം 7 അതെന്ന് പറഞ്ഞാൽ 6 42 6. അപ്പോൾ 6 42 ദിവസം 42 ദിവസം കൊണ്ടൊന്ന് ഇവിടെ ബി തന്നിട്ടുണ്ട്. ആ 7 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 42 ദിവസമാണ് ബിക്ക് വേണ്ടത്. അപ്പോൾ മൊത്തം വർക്ക് ചെയ്യാൻ 8 വർക്ക് ചെയ്യാൻ വേണ്ട ആ ദിവസം ബിക്ക് വേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 8 ഇവിടെ വർക്ക് എന്ന് പറഞ്ഞത്. 8 ഇൻറ്റു 6. ഇവിടെ ഈ 6 എന്ന് പറഞ്ഞത് ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ട സമയമാണ്. അപ്പോൾ 8 വർക്കുകളുണ്ട്. ആ 8 വർക്ക് ചെയ്യാൻ വേണ്ടി ബിക്ക് വരുന്ന സമയം 48. ഇനി നമ്മൾ 48ൻ്റെയും അതുപോലെ 80ൻ്റെയും 48 LCM കണ്ട നമ്മൾ നേരത്തെ കണ്ടു 240. ആ LCM വെച്ച് നമ്മൾ എഫിഷ്യൻസി നോക്കുക. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 240 ഹരിക്കണം 8 80. അപ്പോൾ നമുക്കറിയാം 3 24 3 പ്രാവശ്യം. അതുപോലെ ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ 48 240 ഹരിക്കണം 48 450 10. അപ്പോൾ 240 5 പ്രാവശ്യം. അപ്പോൾ മൊത്തം അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 8 എഫിഷ്യൻസിയാണ്. അവരുടെ എഫിഷ്യൻസി ടോട്ടൽ A + B എന്ന് പറഞ്ഞാൽ 8 എഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ 8 എഫിഷ്യൻസി അവർ ഈ ടോട്ടൽ വർക്ക് ഡിവൈഡ് ചെയ്താൽ അവർ എത്ര ദിവസം വേണം നമുക്കറിയാം. 240 ഹരിക്കണം 8. അപ്പോൾ 24 3 30. ഇങ്ങനെ കിട്ടിയാലും ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ആ രീതിയിൽ ചെയ്യാം. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 1 + 3 + 5 അങ്ങനെ പോയിട്ട് 49 വരെ അതിൻ്റെ ടോട്ടൽ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും 1 3 5 ഒറ്റസംഖ്യകളാണ്. ഇപ്പോൾ 49 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 വരെയുള്ള ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 50 വരെ ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 50 ഹരിക്കണം 2 25 വരുന്നത്. അപ്പോൾ ഒറ്റസംഖ്യകളുടെ തുക ഇവിടെ ചോദിച്ചിട്ടില്ല. ഒറ്റസംഖ്യകളുടെ തുക കാണാൻ നമ്മൾ n² n എന്ന് പറയുന്നത് 25. അപ്പോൾ 25² 625. അപ്പോൾ ഇതിൻ്റെ ആൻസർ 625. അത് നമ്മൾ എത്ര ഒറ്റസംഖ്യകളുണ്ട് കാണുക. ഒറ്റസംഖ്യയുടെ തുക കാണാൻ n² ഉപയോഗിക്കൽ. n എന്ന് പറഞ്ഞത് ആ എത്ര സംഖ്യകളാണ് അത്. അതുപോലെ അതിൻ്റെ സ്ക്വയർ കണ്ട ഇവിടെ നമ്മൾ 25 25ൻ്റെ സ്ക്വയർ 625. വേറെ ക്വസ്റ്റ്യൻ. ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ 12.5 വർഷം കൊണ്ട് ഇരട്ടിക്കുന്നുവെങ്കിൽ
പലിശ നിരക്ക് എത്ര? ഒരു സംഖ്യ ഇരട്ടിക്കണമെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന 100% എന്നാണ്. അപ്പോൾ 10 രൂപ എന്നുള്ള ഒരു സംഖ്യ പ്ലസ് 10 ആണെങ്കിൽ അതിൻ്റെ 100% ഇരട്ടിച്ചെന്ന് പറയാം. അപ്പോൾ ആ 100% 12 വർഷം കൊണ്ടാണ് ഇരട്ടിച്ചത്. അപ്പോൾ അതിൻ്റെ പലിശ നിരക്ക് കാണാൻ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൂ 100 ആയിരിക്കണം 12.5. അപ്പോൾ 100 ആയിരിക്കണം 12.5 വരുമ്പോൾ 12.5 12.5 25. അപ്പോൾ 25 × 4 മൊത്തം 8 വരും, 8%. ഇനി നമുക്ക് തന്നിരിക്കുകയാണ് ഇവിടെ പലിശ നിരക്ക് 100, ഒരു സംഖ്യ സാധാരണ പലിശ നിരക്കിൽ 8% പലിശ നിരക്ക് വെച്ചിട്ട് ഇരട്ടിയായി, ഒരു സംഖ്യ ഇരട്ടിയായി. എന്നാൽ എത്ര വർഷം കൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ ചെയ്യേണ്ടത് 100 ആയിരിക്കണം 8, അപ്പോഴും നമുക്ക് 12.5. അപ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. അപ്പോൾ തിരിച്ച് മറിച്ച് ചോദിച്ചാലും 100 ഡിവൈഡ് ചെയ്താൽ മതി. വേറെ ക്വസ്റ്റ്യൻ 1/2, 1/4, 1/7, 1/14, 1/28 ഇതിൻ്റെ തുകയെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ ഈ 1 ഒഴിച്ച് ബാക്കിയുള്ളത് 1 പ്ലസ് ബാക്കിയുള്ളതിൻ്റെ ലസാവുകയാണ് 2, 4, 7, 14, 28. ഇതിൽ LCM എന്ന് പറയുന്നത് 28 ആണ്. നമ്മൾ 28 കൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എന്നിട്ടുണ്ട്, 2 × 14 വരും 28, 14 പ്ലസ് ഇവിടെ 4 ആണ്, 4 × 7 28 പ്ലസ് ഇവിടെ 7 ആണ്, 7 × 4 28, 14 × 2 28, 28 1 ഹരിക്കണം 28. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 1 പ്ലസ് 14 ഇവിടെ 3, 7, 14, 28, 28 ഹരിക്കണം 28 എന്ന് വരും. അപ്പോൾ 1 പ്ലസ് 1 ഇവിടെ 1 ആണല്ലോ, നമുക്ക് ആൻസർ 2 ആണ് കിട്ടുക. ഇവിടെ LCM കണ്ടിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക 1440 ഡിഗ്രി ആണ് എങ്കിൽ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എത്ര? ആന്തരകോണുകളുടെ തുക കാണാൻ n-2 × 180 ഡിഗ്രിയാണ് വരിക, 180 ഡിഗ്രി. ഇവിടെ n-2 180 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് 1440 തുക തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ n-2 എന്ന് പറയുന്നത് 1440, ഇവിടെ ഗുണിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം എന്നാവും. 144 18 8 പ്രാവശ്യം. ഇപ്പോൾ n-2 8 ആണെങ്കിൽ n എന്ന് പറയുന്നത് n = 8, ഇവിടെ -2 ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ +2 ആയിരിക്കും. അപ്പോൾ n = 10. വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ 10 ആണ്. 12 പുസ്തകങ്ങളുടെ വിറ്റ വില 15 പുസ്തകങ്ങളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യം എങ്കിൽ ലാഭശതമാനം എത്ര? ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അതാണ് X സാധനങ്ങളുടെ വാങ്ങിയ വില Y സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ അപ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ ലാഭം ശതമാനം എന്ന് പറഞ്ഞാൽ X സാധനങ്ങളുടെ വാങ്ങിയ വില Y സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ X - Y / Y × 100 ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സാധാരണ PSCയിൽ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. പെൻസിൽ 15 എണ്ണം വാങ്ങിയിട്ട് 12 എണ്ണം വിറ്റ് 15ൻ്റെ വിലക്ക് എന്ന് പറയുന്ന സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ X എന്ന് പറയുന്നത് X 15, Y എന്ന് പറയുന്നത് 12 ആണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ 15 - 12 ആയിരിക്കണം 12 × 100.
അപ്പോൾ 15 മൈനസ് 12 3 ആയിരിക്കണം 12 ഇൻറ്റു 100 വരും. 3ൽ 12 4 പ്രാവശ്യം. അപ്പോൾ വരുന്നത് 100 ആയിരിക്കണം 4 വരും. 100 ആയിരിക്കണം 4 എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കണം 2 50 50ൻ്റെ പകുതി 25. അപ്പോൾ 25% 12 പുസ്തകങ്ങൾ വിറ്റ വില 15 പുസ്തകങ്ങൾ വാങ്ങിയ വിലയ്ക്ക് തുല്യമെന്ന് പറയുന്നത് ഇതിൽ 25% ഇതിൻ്റെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 15 എങ്കിൽ ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരിയാണ്. അപ്പോൾ നമുക്ക് തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ എടുക്കാം. എ ഒരു ഇരട്ട സംഖ്യ, a+2, a+4, a+5. ഇതാണ് സംഖ്യകൾ. 4 സംഖ്യ ഇരട്ട സംഖ്യകൾ. ഇവിടെ 6 ആണ്. a+6 വരും, ഇരട്ട സംഖ്യ അല്ലേ. അപ്പോൾ a+2, a+4, a+6 ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഇതാണ് a+2, a+4, a+6 ഹരിക്കണം 2, 4 സംഖ്യയുടെ ശരാശരി 15 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എഴുതാം. 1a, 2a, 3a, 4a. 4a പ്ലസ് 2 8 2 6 12. 12 ഹരിക്കണം 4 15 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് 4a പ്ലസ് 12 ഹരിക്കണം ഈക്വൽ ടു 15 ഇൻറ്റു 4 60. ഈ 4a പ്ലസ് 12 എന്ന് പറയുന്നത് 60. അപ്പോൾ 4a എന്ന് പറയുന്നത് 4a എന്ന് പറയുന്നത് 60. ഇവിടെ പ്ലസ് 12 ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. -12 വരുന്നത് 48. 4a 48 ആണെങ്കിൽ 1a എന്ന് പറയുന്നത് a ഈക്വൽ ടു 48 ഹരിക്കണം ഇവിടെ 4 ഉള്ളത് ഇവിടെ ഗുണിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം എന്നാവും. 48 ഹരിക്കണം 4 12. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. a എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ അടുത്ത ആൻസർ 12. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. പെട്രോളിൻ്റെ വില 20% ഉയർന്നു. ചെലവ് കൂടാതിരിക്കാൻ യാത്ര എത്ര ശതമാനം കുറക്കണം? ഈ ടൈപ്പ് ക്വസ്റ്റ്യന് സാധാരണയായി കാണാറില്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇനി PSC ചിലപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പെട്രോളിൻ്റെ വില 20% ഉയർന്നു. ചെലവ് കൂടാതിരിക്കാൻ യാത്ര എത്ര ശതമാനം കുറക്കണം? ഇവിടെ ഒരു ചെറിയ ഇക്വേഷനാണ്. 100 × 6 ഡിവൈഡ് ബൈ 100 + 6. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ 6 എന്ന് പറയുന്നത് ഇവിടെ ഉയർന്ന റേറ്റാണ്. അപ്പോൾ 6 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ഇവിടെ 20 ആണ്, 20%. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 100 × 20 ഹരിക്കണം 100 + 20. 100 × 20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2000 ആണ്. 2000 ഹരിക്കണം 120. ഈ 2 0 കട്ട് ചെയ്യാം. 200 ഹരിക്കണം 12. 200 ഹരിക്കണം 12 എന്ന് വരുമ്പോൾ 16 12 120 6 16.67 അല്ലെങ്കിൽ 16 2/3 എന്ന് വരും. ഏതാണോ ഓപ്ഷനിൽ അതായിരിക്കും എടുക്കുക. മിക്കവാറും 16 2/3 ആയിരിക്കും തരാൻ സാധ്യത. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. x = y = 5:3 ആയാൽ 3x + 2y ഡിവൈഡ് ബൈ 2x - y എത്ര? എക്സിൻ്റെ റേറ്റ് എന്നിട്ടുണ്ട്. എക്സ് 5 ആണ്, y 3 ആണ്. നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 3x എന്ന് പറഞ്ഞാൽ 3 × 5 + 2 × 3
ഹരിക്കണം 2x എന്ന് പറയുമ്പോൾ 2 × 5 മൈനസ് y 3 3 × 5 15 പ്ലസ് 2 × 3 6 ഹരിക്കണം 2 × 5 10 മൈനസ് 3 അപ്പോൾ 21 ഹരിക്കണം 10 മൈനസ് 3 7 അപ്പോൾ 21 ഹരിക്കണം 7 3. വേറെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? അപ്പോൾ 26 27 28 29. അപ്പോൾ ഇതിൽ അധികം ചിന്തിക്കാനൊന്നുമില്ല. അതിൽ 29 വരിക. കാരണം 29 ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 29 അഭാജ്യ സംഖ്യ ആയതുകൊണ്ടാണ് ഉത്തരം ഇതായി വരുന്നത്. അതുപോലെ ക്ലോക്കിൽ സമയം 8:25 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് എത്ര? 8:25 ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മണിക്കൂർ ഇൻറ്റു അവർ ഇൻറ്റു 30 മൈനസ് മിനിറ്റ് ഇൻറ്റു 15/2 അല്ലെങ്കിൽ 5.5. ഇത് ചെയ്താൽ 8 × 30 മൈനസ് 25 × 15/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 × 30 8 3 24 240 മൈനസ് 125 × 15/2 137.5 എന്ന് വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് 102.5 ആൻസർ വരും. ഇത് ശ്രദ്ധിക്കുക, ഇത് 180 മുകളിലാണെങ്കിൽ ഇങ്ങനെ കിട്ടിയ ആൻസർ 102 നമുക്ക് കിട്ടിയുള്ളത്. ഇപ്പോൾ 180 മുകളിലാണെങ്കിൽ നമ്മൾ ഈ സംഖ്യ 360 നിന്നും മൈനസ് ചെയ്യണം. 360 നിന്നും ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ 180ക്ക് താഴെയാണെങ്കിൽ നമ്മൾ ഈ കിട്ടിയ ആൻസറിൻ്റെ അതുതന്നെയായിരിക്കും ശരി. അല്ലെങ്കിൽ 360 നിന്നും മൈനസ് ചെയ്ത ശേഷം എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ശരി. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. രജനി 3 കിലോമീറ്റർ തെക്ക് ദിശയിൽ നടന്നു. തുടർന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ നടന്ന് പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്ന് ഇപ്പോൾ രജനി യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര അകലത്തിലാണ്? വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്. ന്യൂസ് എന്നിവയെ NEWS ന്യൂസ്. ഇപ്പോഴുള്ള രജനി തെക്ക് ദിശയിലേക്ക് നടന്നത്, താഴേക്ക് നടന്ന 3 കിലോമീറ്റർ. കറക്റ്റ് ലൈനൊന്നല്ല. കിലോമീറ്റർ നടന്ന് അതിനുശേഷം ഇടത്തോട് തിരിഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ പോയിൻ്റ് നമ്മളാണ് വരുന്നതെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ ഇടത് കൈയും വലത് കൈയും നമ്മൾ ചലിക്കുമ്പോൾ അത് ഏത് ഭാഗത്താണോ നിൽക്കുന്നത് ആ രീതിയിൽ നമ്മൾ തന്നെ നോക്കി നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇടത് ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ 8 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. പിന്നീട് ഇങ്ങോട്ട് പോകുമ്പോൾ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരിക. 3 കിലോമീറ്റർ നടന്നു. ഇപ്പോൾ രജനി യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര അകലത്താണ്? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ദൂരം നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു മട്ടത്രികോണം രൂപീകരിക്കാൻ സാധിക്കും. ഒരു മട്ടത്രികോണമായി. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. മട്ടത്രികോണത്തിൻ്റെ കർണം നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാദം ലംബം തന്നാൽ നമുക്ക് കർണം കാണാൻ നമുക്കറിയാം. അപ്പോൾ ലംബം 3 കിലോമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, 3 ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ 3 ഇവിടെയും 3 + 3 തന്നിട്ടുണ്ട്. മൊത്തം 6 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ പാദം ഇവിടെ തന്നിട്ടുണ്ട് 8 കിലോമീറ്റർ. അപ്പോൾ പാദം സ്ക്വയർ കർണം കാണാൻ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയറാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 8² പ്ലസ് 6². അപ്പോൾ 8² 64
പ്ലസ് 36. അത് നമുക്ക് 100 കിട്ടുക. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്ററാണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഈ എക്സാമിന് നമുക്ക് ഈ കർണ സ്ക്വയറും ലംബ സ്ക്വയറും ഒക്കെ കാണാൻ ബുദ്ധിമുട്ടാകുക, അല്ലെങ്കിൽ സമയം ലാസ്റ്റിലേക്ക് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ കണക്കുകളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് സമയത്ത് കാണാൻ ചിലപ്പോൾ ടൈം കിട്ടുകയില്ല. ഈ കർണ സ്ക്വയറും പാദ സ്ക്വയറും ലംബ സ്ക്വയറൊക്കെ കാണാൻ ചിലപ്പോൾ ടൈം കിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ സൂത്രം പറഞ്ഞുതരാം. ഇവിടെ 8 കിലോമീറ്റർ ഉണ്ടല്ലോ, ഇവിടെ 8 കിലോമീറ്റർ. അത് ഈ ലംബത്തിൽ നിന്നും ലംബം പാദം തന്നതിൽ അതിൽ ഏതാണ് വലുത്? ഇപ്പോൾ 8 കിലോമീറ്ററാണ്. 8 × 2 അത് 16ആണ്. ഈ 16ന് ഈ ലംബം കുറക്കുക. 16 - 6 10 കിലോമീറ്റർ. അപ്പോൾ 95% ആൻസറും ക്ലിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, മറ്റുള്ള ക്വസ്റ്റ്യനൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ, 2017 ജൂലൈ 1 ശനിയായാൽ ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും? ഗാന്ധി ജയന്തിൻ്റെ ഡേറ്റ് അറിയണം, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. എന്നാണ് ഗാന്ധി ജയന്തി എന്നറിയാം? ഒക്ടോബർ 2 അപ്പോൾ നമുക്ക് നോക്കാം. ജൂലൈയിൽ 1 കഴിഞ്ഞാൽ എത്ര ദിവസമുണ്ട്? ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഈ ജൂലൈ 1 എടുക്കാം, എന്നാൽ ഗാന്ധി ജയന്തി 2ാമത്തെ ആ ഡേറ്റ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ജൂലൈ 1 എടുക്കാതെ ഗാന്ധി ജയന്തി മാത്രം എടുക്കാം. ഏതെങ്കിലും ഒരു ഡേറ്റ് മാത്രം എടുക്കാൻ പറ്റും, അപ്പോൾ ഉത്തരം കറക്റ്റാവും. അപ്പോൾ ജൂലൈ 1 നമുക്ക് എടുക്കേണ്ട. ജൂലൈന് ശേഷം 1ന് ശേഷം 30 ദിവസമാണ്, 31 ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഈ 1 ഒഴിവാക്കിയാൽ 30 ദിവസം. അതുപോലെ ഓഗസ്റ്റ് 31 ആണ്. അതുപോലെ സെപ്റ്റംബർ 30 ആണ്. ഒക്ടോബർ 2 രണ്ടാമത്തെ ദിവസമാണ് ഗാന്ധി ജയന്തി വരും. ടോട്ടൽ നമുക്ക് 3, 6, 9 93. 93 ദിവസം എന്ന് പറഞ്ഞാൽ 93 കൊണ്ട് 7 കൊണ്ടായിരിക്കുക. 93ന് 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 91 പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുക. ബാക്കി സിസ്റ്റം മാത്രം മതി, സിസ്റ്റം 2. ഇനി നമുക്ക് ഈ ശനിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ജൂലൈ 1 ശനി പ്ലസ് 2, ശനി ഞായർ തിങ്കൾ. അപ്പോൾ ഉത്തരം തിങ്കളാഴ്ച. വേറെ ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ മിനി മുന്നിൽ നിന്നും 8ാമതും സുനിത പുറകിൽ നിന്നും 7ാമതുമായിരുന്നു. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ മിനി മുന്നിൽ നിന്നും 15ാമതായി എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു? അപ്പോൾ ഒരു വരിയുണ്ട്, വരിയിൽ ഇതാണ് ഫ്രണ്ട്, ഇത് ബാക്ക്. മുന്നിൽ നിന്നും 8ാമത് ഇവിടെ മിനി നിന്നും, പിറകിൽ നിന്ന് 7ാമതും സുനിത. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സുനിത പിന്നിൽ നിന്നും 7ാമതാണ്. 7ാമത്തെ ആളാണ് സുനിത. അപ്പോൾ ഇവിടെ 6 ആളുകളുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ നോക്കാം. പരസ്പര സ്ഥാനം മാറിയപ്പോൾ സുനിത ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് സുനിത വന്ന് മിനി അങ്ങോട്ടും പോയി. മിനി അങ്ങോട്ട് പോയപ്പോൾ മിനിയുടെ മുന്നിൽ 15, മുന്നിൽ നിന്നും 15ാമതായി, മുന്നിൽ നിന്നും 15ാമതായി മിനി. എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? വരിയിൽ മൊത്തം എത്ര ആളുണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ 6 പേര് നമ്മൾ പറഞ്ഞു, 15ാമത് മിനി ആയി എന്ന് പറഞ്ഞു. 15 + 6 21 ആളുകളാണ് ആ വരിയിലുള്ളത്. 21 ആളുകൾ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ വർഗത്തിനോട് 1 കൂട്ടിയതിനെ വർഗത്തിൽ നിന്ന് 1 കുറച്ചതുകൊണ്ട് ഹരിച്ചപ്പോൾ 221 ഹരിക്കണം 220 കിട്ടി. എങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ വർഗം x² + 1 ഹരിക്കണം x² - 1 എന്ന് പറയുന്ന കിട്ടിയ ആൻസറാണ് 221 ഹരിക്കണം 220. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ x² + 1
ഇൻറ്റു 220 ഈക്വൽ ടു ഇവിടെ x² - 1 ഇൻറ്റു 221. ഇതിങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ x² ഇങ്ങനെയാണ്. x² ഇൻറ്റു 220 220 x² പ്ലസ് 220 1 ഇൻറ്റു 220 220. ഇനി ഇവിടെ 221 x² മൈനസ് ഇവിടെ 221. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറുമ്പോൾ ഈ 221 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 400 221 221 മൈനസ് 221 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 221 ആവും. അപ്പോൾ 441 ഇൻറ്റു ഇവിടെ പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ 221 മൈനസ് 220 ആകുമ്പോൾ ഒരു x² മാത്രം. അപ്പോൾ x² എന്ന് പറയുന്നത് 441. x² = 441. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് റൂട്ട് 441, അത് 21. മനസ്സിലായിട്ടില്ലേ? ഒന്നുകൂടി ചെയ്യുക, ഒന്നുകൂടി കാണാം, അപ്പോൾ നമുക്ക് മനസ്സിലാക്കും. വേറെ ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യനാണ്. ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ചൊഴിച്ചപ്പോൾ 20 ലിറ്റർ. ചെറിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 3 തവണയും നിറച്ചൊഴിച്ചപ്പോൾ 19 ലിറ്റർ. വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ചൊഴിച്ചപ്പോൾ 20 ലിറ്ററാണ്. ചെറിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 3 തവണയും നിറച്ചൊഴിച്ചപ്പോൾ 19 ലിറ്റർ. വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പം നമുക്ക് നോക്കുമ്പോൾ ചെറിയ പാത്രത്തിൽ X ലിറ്റർ വെള്ളം കൊള്ളും നമുക്ക് ഊഹിക്കാം. അതുപോലെ വലിയ പാത്രത്തിൽ Y ലിറ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ചെറിയ പാത്രത്തിൽ 5 തവണ എന്നുണ്ട്. ഇവിടെ 5 തവണ വെള്ളം ഒഴിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞ 5x പ്ലസ് വലിയ പാത്രത്തിൽ 2 തവണയും വലിയ പാത്രത്തിൽ 2 തവണ ഒഴിച്ചപ്പോൾ 2y എന്ന് പറയുന്നത് ഇവിടെ റിസൾട്ട് കിട്ടിയത് 20 ലിറ്ററാണ്. 20. ഇനി പറഞ്ഞിട്ടുണ്ട് ചെറിയ പാത്രത്തിൽ 2 തവണ 2x പ്ലസ് വലിയ പാത്രത്തിൽ 3 തവണ 3y എന്ന് പറയുന്നത് റിസൾട്ട് 19ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് കാണേണ്ടത് വലിയ പാത്രത്തിനാണ്. അഥവാ ഈ വൈൻ്റെ സംഖ്യകൾ നമുക്ക് കാണുള്ളൂ. നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പാത്രങ്ങൾ നമ്മൾ മൈനസ് ചെയ്താൽ 0 ആക്കി കളയാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ ഈ 5 2ൻ്റെ ലസാഗു എന്ന് പറയുന്നത് 10ആണ്. അപ്പോൾ ഈ 2 ഭാഗത്തും 10 ആക്കി കഴിഞ്ഞാൽ ഇവിടെ 2ഉം 10 വന്നാൽ നമുക്ക് 0 ആകാം. ഇനി ബാക്കിയുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 5 + 5 ഇവിടെ 5 × 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 5 10x പ്ലസ് 2 × 2 4y = 2 × 20 40 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെയും 10 കൊണ്ട് 10 കിട്ടണമെങ്കിൽ 2 × 5 5 × 2 10x പ്ലസ് 5 × 3 15y = 5 × 19 10 × 19 190 അതിൻ്റെ പകുതി. അപ്പോൾ 95. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മൈനസ് ചെയ്താൽ ഇതിൽ നിന്നും x നമുക്ക് ഒഴിവാക്കി പോകുന്നു, y മാത്രമേ ഉണ്ടാവൂ. ഇതിന് വേണ്ടി നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി മൈനസ് ചെയ്ത് നോക്കാം. 10x പ്ലസ് 15y = 95. 10x പ്ലസ് 4y = 40. ഇത് നമ്മൾ മൈനസ് ചെയ്ത് നോക്കാം. ഇവിടെ 10x ഉം 10x ഉം പോവും. ഇവിടെ 15y നിന്ന് 4y പോയാൽ 11y.
അതുപോലെ 95 40 പോയാൽ 55. 11y എന്ന് പറയുന്നത് 45 y എന്ന് പറയുന്നത് 55 ഹരിക്കണം 11. അപ്പോൾ 55-ന് 11 പോയാൽ 11 55 ഹരിക്കണം 11 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ ഇവിടെ വലിയ പാത്രത്തിൽ 5 ലിറ്റർ വെള്ളമാണ് കൊള്ളുക. 5 ലിറ്റർ വെള്ളം. അടുത്തൊരു ക്വസ്റ്റ്യൻ 59 × 59 × 59 മൈനസ് 47 × 47 × 47 ഹരിക്കണം 59 × 59 പ്ലസ് 59 × 47 പ്ലസ് 47 × 47. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക A² B² ആ ഒരു ഇക്വേഷൻ മോഡലിൽ ചോദിക്കുക സർവ്വസമവാക്യങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഇവിടെ 50 ഇവിടെ ചോദിക്കുന്നത് ഇത് A³ മൈനസ് B³ ഹരിക്കണം A² പ്ലസ് 2AB സോറി 2AB പ്ലസ് B² ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം A - B ആണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 59 - 47 അതിൻ്റെ ആൻസർ 12 വരുന്നു. 12. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. എട്ട് റെസ്റ്റു -1/3 ഇൻറ്റു 16 3/4 ഇൻറ്റു 64 റെസ്റ്റു -1/2. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ചെയ്യുമ്പോൾ എട്ട് -1/3 ഇൻറ്റു 16 3/4 ഇൻറ്റു 64 -1/2 ഇതിൻ്റെ തുക എന്ന് വെച്ചു. അപ്പോൾ ഇവിടെ 8 എന്നുള്ളത് നമുക്ക് 2/3 1/3 ഇൻറ്റു 16 എന്നുള്ളത് നമുക്ക് 2/4 എഴുതാം 3/4 ഇൻറ്റു 64 എന്നുള്ളത് 8ൻ്റെ സ്ക്വയർ എടുക്കാം 8² 1/2. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ വെട്ടിപ്പോവും. ഇപ്പോൾ വരുന്നത് 2 - 1 ഇൻറ്റു 2/3 ഇൻറ്റു 8 ഇവിടെ -1 ഇതിപ്പോൾ വരുന്നത് നമ്മൾ ചെയ്യാം 2/-1 എന്ന് പറഞ്ഞാൽ 1/2 ആണ് ഇൻറ്റു ഇവിടെ വരുന്നത് 2/3 എന്ന് പറഞ്ഞാൽ 8 ആണ് ഇൻറ്റു 8/-1 എന്ന് പറഞ്ഞാൽ 1/8. അപ്പോൾ ഈ 8ഉം ഈ 8ഉം വിട്ടുപോകും. അപ്പോൾ ബാലൻസ് വരുന്ന 1/2. പിന്നെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാറില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വിടാതിരിക്കുക. അടുത്ത് 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമ്മൾ ചെയ്യേണ്ടത് 12, 18, 27 എന്നിവയുടെ ലസാഗു കാണാം. 2 കൊണ്ട് ഹരിച്ചാൽ 6, 9, 27. വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 2, 3, 9. വീണ്ടും 3 കൊണ്ട് പോയാൽ 2, 1, 3. ഇനി നമുക്ക് ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം.
2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 3 108 എന്ന് വരും. അപ്പോൾ അതിൻ്റെ LCM 108ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 8, 14 എന്നീ സിസ്റ്റങ്ങൾ വരുന്നു. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 8, 14, 23 എന്നീ സിസ്റ്റങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 12 8 പോയാൽ 4, 18 14 പോയാൽ അതും 4ആണ്. 27 23 പോയാൽ അതും 4ആണ്. ഇവിടെ 4ആണ് ഇവരുടെ ഡിഫറൻസ് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എത്രമാത്രം? LCM ഈ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ 108 മൈനസ് 4 104. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 104ആണ്. 104 നിങ്ങൾ ഈ 12, 18, 27 ഹരിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സിസ്റ്റം വരുന്നത് 8, 14, 23 എന്നീ ക്രമത്തിലായിരിക്കും. വേറെ ക്വസ്റ്റ്യൻ. 5000 രൂപ 10% വാർഷിക കൂട്ടുപലിശ ലഭിക്കുന്ന ഒരു ബാങ്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാൽ 6655 രൂപയാകും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇക്വേഷൻ ബേസ് ചെയ്യാതിരിക്കുമായിരിക്കും ബെറ്റർ. കാരണം ഇക്വേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് വളരെ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമയം സമയം ഒരുപാട് എടുക്കുകയും നമുക്ക് മറ്റു ക്വസ്റ്റ്യൻ ചെയ്യാം, അത് മിസ്സായി പോവുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് ഇത്ര, ഈ 5000 രൂപയാണ് മുതലെന്ന് പറയുന്നത്. ആ മുതലിൽ നിന്നും 6655 രൂപയായി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1655 രൂപയാണ് നമുക്ക് പലിശയായി കിട്ടുന്നത്. പലിശ എന്ന് പറയുന്നത് 1655ആണ്. നമ്മൾ സാധാരണ പലിശയിൽ, കൂട്ടുപലിശയിലാണ് ഇവിടെ പറഞ്ഞത്, സാധാരണ പലിശയിൽ നമുക്ക് എത്ര വർഷം കൊണ്ടാണ് ഇതിനടുത്ത എമൗണ്ട് കിട്ടുന്നത് നോക്കാം. ഈ 1655നോട് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് 1655 രൂപയുടെ അടുത്ത് പലിശ കിട്ടും നോക്കാം. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിന് 5000-ന് 500 രൂപയായിരിക്കും. 10 വർഷവും 10% ആകുമ്പോൾ 5500 രൂപ. അപ്പോൾ 500 + 500 + 500 മൊത്തം 1500 ആയി. അപ്പോൾ 1500 എന്ന് പറഞ്ഞത് ഏകദേശം 1655 അടുത്താണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ ഈ 1500-നെക്കാട്ടിലും കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം 3 വർഷമാണ് ഈ 6655 രൂപയാകാൻ വേണ്ടിയിട്ടുള്ള സമയമെന്ന് നമുക്ക് ഊഹിക്കാം. ഈ 3 വർഷം തന്നെ 4 വർഷമായാൽ ഈ മൊത്തം 2000 സംതിങ് വരും. പിന്നെ 2 വർഷമാണെങ്കിൽ 1000 സംതിങ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ തന്നെ 3 വർഷം കൊണ്ടാണ് ഈ ഒരു തുക 6655 രൂപയാകും. ആ രീതിയിൽ നമുക്ക് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടാൻ കഴിയും. അടുത്ത, ഒരു വൃത്തത്തിൻ്റെ പാദ ആരം 15 സെൻറ്റിമീറ്റർ, ഉന്നതി 20 സെൻറ്റിമീറ്റർ, വക്രമുഖ വിസ്തീർണം എത്ര? വൃത്തത്തിൻ്റെ വക്രമുഖ വിസ്തീർണം കാണാൻ 2πr/h ഇതാണ് വക്രമുഖം വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 6 തന്നിട്ടുണ്ട്, 15, ഉന്നതി തന്നിട്ടുണ്ട് 20. അപ്പോൾ നമ്മൾ ചെയ്യുക 2 × π × 6 എന്ന് പറഞ്ഞാൽ 15 × 20. ഇപ്പോൾ 2 × 15 30, 30 × 20 60, 30 × 20 300 600 π. അപ്പോൾ 600 π ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിൻ 20 സെക്കൻഡ് കൊണ്ട് ഒരു പോസ്റ്റ് മറികടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര? അത് നമ്മൾ 90 കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് മീറ്റർ/സെക്കൻഡ് ആക്കണം. അപ്പോൾ മീറ്റർ/സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5/18 കൊണ്ട് ഈ തന്നിട്ടുള്ള കിലോമീറ്ററിനെ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 90 × 5/18 18 90 എത്ര? 150 10ആണ്, 90 5 പ്രാവശ്യം. 5 × 5 25 മീറ്റർ/സെക്കൻഡ്. ഇത് നമുക്ക് അറിയാം. സമയം ഇവിടെ തന്നിട്ടുണ്ട് 20 സെക്കൻഡ്. ദൂരം നമുക്ക് കാണേണ്ടത്, ദൂരം കാണാൻ വേഗം × സമയം.
ദൂരം. അപ്പോൾ ഇവിടെ വേഗം എന്ന് പറഞ്ഞാൽ 25 സെക്കൻഡും സമയം എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡും. അത് ചെയ്യുമ്പോൾ നമുക്ക് 25 × 25 × 10 280, 25 × 20 500. 500 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 0.068 ഇൻറ്റു 1.1 ഇൻറ്റു 0.42 ഹരിക്കണം 0.017 ഇൻറ്റു 8.8 ഇൻറ്റു 0.007. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ .42 ഹരിക്കണം 0.017 ഇൻറ്റു 8.8 ഇൻറ്റു നമ്മൾ ഈ ദശാംശമൊക്കെ ഒഴിവാക്കി കളയാം. അതിന് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ദശാംശം ഇല്ലാതെ ചെയ്ത് ജസ്റ്റ് അല്ലെങ്കിൽ 68 ഇൻറ്റു 1.11 ഇൻറ്റു 42 ഹരിക്കണം 17 ഇൻറ്റു 88 ഇൻറ്റു 7. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട് നോക്കുക, എത്ര അക്കങ്ങൾ. ഇവിടെ 3 അക്കം, ഇവിടെ 1 4, ഇവിടെ 2 അപ്പോൾ 6. മുകളിൽ 6 ഉണ്ട്, താഴെ 3 4 4 3 7 ഇപ്പോൾ 7 ഉണ്ട്. അപ്പോൾ താഴെ 7 മുകളിൽ 6 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ 1 കൂട്ടി കൊടുക്കുക, 10 കൊണ്ട് ഗുണിക്കുക, ഒരു 0 കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് 62 ഇൻറ്റു 11 ഇൻറ്റു 420 വരും. ഹരിക്കണം 17 ഇൻറ്റു 88 ഇൻറ്റു 7. ഇത് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി. 17 68 4 പ്രാവശ്യം, 11 88 8 പ്രാവശ്യം, 7 420 42 6 പ്രാവശ്യം. അപ്പോൾ ഇവിടെ 060. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഇൻറ്റു 60 ഹരിക്കണം 8. അപ്പോൾ 4 8 2 പ്രാവശ്യം. അപ്പോൾ 60 ഹരിക്കണം 2 30. ആൻസർ 30. അത് നമ്മൾ ദശാംശം ഒഴിവാക്കി കളയുക. അതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. അനൂപിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 30 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് എത്ര? അപ്പോൾ അനൂപിൻ്റെ വയസ്സ് നമുക്ക് X എന്ന് എടുക്കാം. അമ്മയുടെ വയസ്സ് 3X, 3 മടങ്ങാണ്, 3X ആണ്. അനൂപിൻ്റെ വയസ്സ് Xഉം അമ്മയുടെ വയസ്സ് 3X ആണ്. ഇവിടെ വ്യത്യാസം 30 ആവാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ട് 30 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 30 തന്നിട്ടുണ്ട്. അനൂപിൻ്റെ അമ്മയുടെ വയസ്സ് 3 മടങ്ങാൻ തന്നിട്ടുണ്ട്. എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് നോക്കാം. 3X മൈനസ് X ആണ് 30. അപ്പോൾ 3X എന്ന് X പോയ 2X. 2X എന്ന് പറയുന്നത് 30 ആണ്. X എന്ന് പറയുന്നത് 30 ആയിരിക്കണം, 2 15 ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അമ്മയുടെ വയസ്സ് എത്രയാണ്? അമ്മയുടെ വയസ്സ് 3X ആണ്. അപ്പോൾ അമ്മയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 3X എന്ന് ഈക്വൽ ടു 3 ഇൻറ്റു 15 45. അപ്പം 45 വയസ്സാണ് അമ്മക്ക്. അനൂപിൻ്റെ വയസ്സ് 15 ആണ്. 15ൻ്റെ 3 മടങ്ങാണ് അമ്മക്ക്. അപ്പോൾ 45 വയസ്സാണ് അമ്മയ്ക്ക്. അടുത്ത ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 20 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ടും തിരിയുന്ന കോണളവിൻ്റെ വ്യത്യാസം എത്ര? നമുക്കറിയാം ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റ് കറങ്ങുന്നതിന് 6 ഡിഗ്രിയാണ്. 6 ഡിഗ്രിയാണ് 1 മിനിറ്റ് കൊണ്ട് കോണളവ് തീർക്കുന്നത്, 1 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചത് 20 മിനിറ്റ് കൊണ്ട്. 20 ഇൻറ്റു 6 120 ഡിഗ്രി. പിന്നെ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട്. 5 ഇൻറ്റു 6 30 ഡിഗ്രി. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് 120 ഡിഗ്രിയും
5 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രിയും തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വ്യത്യാസം ചോദിച്ചിട്ടുള്ളത്. വ്യത്യാസം എത്ര? അപ്പോൾ 120 മൈനസ് 30 അത് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയാണ് ഇതിൻ്റെ ആൻസർ. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തറവായി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ മനസ്സിലോടും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.